പ്രിയ പ്രിയപ്പെട്ടവരെ, എനിക്കിത് കണ്ടിട്ട് എന്തെങ്കിലും പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് ചെയ്യുകയാണ്. സ്വന്തം ആണത്വത്തിലെ സ്വന്തം പൗരുഷത്തിലെ അഭിമാനമുള്ള പുരുഷന്മാർ മാത്രം ഇത് കാണുക. ഒരു വെടക്ക് പെണ്ണിനെ ചീത്തയും തെറിയും പറഞ്ഞ് തട്ടിക്കളിക്കാനുള്ളതല്ല നമ്മുടെ പൗരുഷം. ഇത് അത്തരത്തിലൊരു കേസാണ്. രാജൻ ജോസഫിനെ സെല്ലിൽ സന്ദർശിച്ച് ശ്രീനാദേവി എന്ന് പറയുന്നവൾ എന്നേ ഞാൻ പറയുള്ളൂ, അവളിൽ നിന്നും പറയുന്നവൾ ഇട്ട ഒരു പോസ്റ്റാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതാണ് പോസ്റ്റിൻ്റെ. രാജൻ ജോസഫ് കസ്റ്റഡിയിൽ, ശ്രീനാദേവി കുഞ്ഞമ്മ ഓൺ സാറ്റർഡേ. ഇതായിട്ടിരിക്കുന്നത് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പൂർണ്ണരൂപം എന്നാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വായിക്കാം. അവിഹിത കഥകൾ സൃഷ്ടിച്ച് വീഡിയോകളാക്കി ദുഷിച്ച നാവിലൂടെ അത് സാമൂഹിക മാധ്യമങ്ങളിൽ വിറ്റ് വരുമാനം നേടി അതേ വായ കൊണ്ട് ഭക്ഷിച്ചുകൊണ്ടിരുന്ന യൂട്യൂബ് മാലിന്യൻ രാജൻ അറസ്റ്റിലായി. എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന രാജനെ അടൂർ പോലീസ് ഇന്നലെ വൈകുന്നേരം എറണാകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി 10:30 അടൂർ പോലീസ് സ്റ്റേഷനിലെത്തി ഞാൻ ആ മാലിന്യത്തെ നേരിട്ട് കണ്ടു. ക്ലോസറ്റ് സൗകര്യമുള്ള ലോക്കപ്പ് മുറിയിൽ സമാനമായ വായോടുകൂടി ജീവിക്കുന്ന മേൽപ്പടിയാൻ നിലത്തിരിപ്പുണ്ടായിരുന്നു. 2 വാക്കുകൾ സംസാരിച്ചു, പരിചയപ്പെട്ടു. ഞാൻ തിരികെ പോന്നു. ഇന്നലെ ലോക്കപ്പിൽ നിലത്ത് കിടന്നുറങ്ങി എന്നറിയുന്നു. ഉറക്കം സുഖമായിരുന്നു എന്നുറപ്പാക്കിയിരുന്നു. അടൂരിൽ എന്ത് സുഖക്കുറവുണ്ടെങ്കിലും പരിഹരിക്കും. പത്തനംതിട്ട ബോർഡർ കടന്നാൽ രാജൻ്റെ സുഖകരമായ അക്കമഡേഷൻ ഞങ്ങൾ ഉറപ്പിക്കുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, രാജൻ ഭാഗ്യവാനാണ്. രാജൻ്റെ മുറിയിൽ ചെന്നപ്പോൾ 1നും 2നും പോകാനായിട്ട് ഇവക്ക് തോന്നാതിരുന്ന രാജൻ്റെ ഭാഗ്യം. രാജൻ്റെ മുഖത്ത് കയറി ഇവൾ ഇരുന്നേനെ എന്നല്ലയോ ഇതിൻ്റെ അർത്ഥം? അതായത് രാഹുൽ മാങ്കൂട്ടം കേസിലെ 3 അതിജീവിതകൾ അവരെ പിച്ചി ചീന്തിയപ്പം അവൻ വീഡിയോകളിൽ കൂടെയും ഓഡിയോകളിൽ കൂടെയും ഫോൺ സംഭാഷണങ്ങളിൽ കൂടെയും പിച്ചി ചീന്തി ഈ നാട് മുഴുവൻ കേട്ടതാണ്. എന്നിട്ടും അവരുടെ സ്ത്രീത്വത്തിനും അഭിമാനത്തിനും യാതൊരു വിലയും കൽപ്പിക്കാതെ ഇവള് അവളുടെ പ്രിയപ്പെട്ട അതിജീവിതൻ്റെ പക്ഷം പിടിച്ചാണ് അന്നും ഇന്നും എന്നും സംസാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്വന്തം കാര്യം വന്നപ്പോഴേ ആ പാവപ്പെട്ട പെൺകുട്ടികളുടെ സ്ത്രീത്വത്തിന് ഇല്ലാതിരുന്ന വില ഇവൾക്ക് സ്വന്തം സ്ത്രീത്വത്തിനുണ്ടെന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുകയും രാജൻ ജോസഫിനെതിരെ പരാതി കൊടുക്കുകയുമായിരുന്നു. സത്യം പറയാണ്, ഇന്നലെ കുരുത്ത തകര പോലെ ഇന്നലെ കോൺഗ്രസിനുള്ളിൽ വന്ന ഇവള് കോൺഗ്രസിലെ പലരുടെയും ശവക്കുഴി തോണ്ടിയിട്ട് പോവുള്ളൂ. രാഹുൽ മാങ്കൂട്ടം എന്നവനും ഇവളും ഇവരുടെ സംസ്കാരം എന്താണ്? 2ഉം അടൂർ സെറ്റ്. 2 നാക്കെടുത്ത പച്ച തെറിയ പറയുള്ളൂ. ഇവരുടെ കൂട്ടുകാരോ അതിലും വലിയ ഇവിടെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ പച്ചത്തെറി വരെ. പിന്നെ ഗുണ്ടായിസം. ഇപ്പോൾ അവരുടെ സംസാരം കേട്ടില്ല, തനി ഗുണ്ടായിസം. അപ്പോൾ ഈ തെറി പറച്ചിലെ ഗുണ്ടായിസം, ഇങ്ങനെ ഇവരും 2 ഗുണ്ടകളാണ്. ഈ 2 ഗുണ്ടകൾ UDF ഭരിക്കുന്നു എന്ന് പറഞ്ഞ് അഴിഞ്ഞാടുകയാണ്. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. മുഖ്യമന്ത്രി ശ്രീ VD സതീശനാണ്. അദ്ദേഹത്തിനെതിരെ ഏതാണ്ട് 100-ലധികം വീഡിയോകൾ രാഹുൽ മാങ്കൂട്ടം, I2I സുനിൽ എന്ന് പറയുന്നതിനെ കണ്ട് ആഭാസ വീഡിയോകൾ ചെയ്യിച്ചു. ഇവക്കും ബുദ്ധിമുട്ട് വന്നില്ല. ഇവളതിനെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഞാൻ മാത്രം പല പ്രാവശ്യം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടം ഇവിടെ പ്രിയപ്പെട്ട അതിജീവിതനാണ് അതിൻ്റെ പിന്നിലുള്ളത്. അവനെ പൊക്കി 2 വീഡിയോ ഡെയിലി ചെയ്യും. VD സതീശനെ അങ്ങേയറ്റ അപമാനിച്ചുകൊണ്ടൊരു വീഡിയോ. ഇതായിരുന്നു ഈ സുനിലെന്ന് പറയുന്ന തല്ലിപ്പൊടിയുടെ ഒരു ദിനചര്യ കുറേ നാളത്തേക്ക്. അത് VDSനെ ഞാൻ മെസ്സേജ് വിട്ടിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. VDS തിരക്ക് കഴിയുമ്പോൾ അതിന് ആക്ഷൻ എടുക്കും. രമേശിനോട് RCയോട് പറഞ്ഞ് ആക്ഷൻ എടുക്കും തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. എന്തായാലും കൊള്ളാം. കോൺഗ്രസ് ഒരു വഴിത്തിരിവിലാണ്. VDS ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. VDS പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവനാണ് രാഹുൽ മാങ്കൂട്ടത്തെ. കേസുകൾ തീർന്നവൻ പരിപൂർണമായിട്ട് നിരപരാധിയാണെന്ന് കോടതികൾ വിധിക്കാതെ ഒരിക്കലും പാർട്ടിക്കുള്ളിൽ തിരിച്ചു വരാൻ VDS അനുവദിക്കരുത്. RC അതുപോലെ ആഭ്യന്തര വകുപ്പ്, പോലീസിനെ ഈ 2 പേരെ പറയുന്നതെന്തും കേട്ടോണ്ട് അതിനൊപ്പം ചാടിപ്പോയി കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. രാജൻ ജോസഫ് ഒരു ഐറ്റപ്പഴക്കാരനാണ്. അയാൾ വന്നിരുന്നേ അയാൾക്ക് ആവേശം കൂടുമ്പം നാക്കിന് പിഴപറ്റി ഇങ്ങനെ നിയന്ത്രണമില്ലാതെ പോകും. അത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത്രയും പച്ചത്തെറി പറഞ്ഞിട്ടും ഒരു തെറിയെങ്കിലും, ഒരാഭാസ വാക്കെങ്കിലും രാജൻ ജോസഫിൻ്റെ വായിൽ നിന്ന് വീഴുന്നുണ്ടോ എന്ന് ഓർക്കണം. ഇവള് പറയുന്ന ആഭാസ വീഡിയോ ചെയ്തെന്ന് അപമാനിച്ചെന്ന് പറയുന്ന വീഡിയോ ചെയ്തേ പോലെ രാജൻ ജോസഫ് അതായത് പുള്ളിക്ക് കൃത്യമായ തെളിവുകളുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അത് സഭ്യമായ ഭാഷ. പിന്നെ മുരിക്കുള്ള മുള്ള് പറമ്പിൽ വളർത്താം എന്നൊക്കെ പറഞ്ഞ് ചെയ്തു. അത് കോടതി തീരുമാനിക്കട്ടെ. എന്തായാലും ഇത്രയും പച്ചത്തെറി പറഞ്ഞ ഒരാൾക്കെതിരെ പച്ചത്തെറി പറയാത്തൊരു രാജൻ ജോസഫാണല്ലോ അവിടെ നിൽക്കുന്നത്. അന്നേ ഞാൻ രാജനോട് പറഞ്ഞത് ഇതിനെതിരെ കേസ് കൊടുക്കണം. രാജനെ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞു. അതായത് BNS 351 352 വകുപ്പ് തന്നെ വരും. ആരെ അടിക്കുമെന്നും ദേഹോപദ്രവം ഏൽപ്പിക്കുമെന്നും വേണ്ടി വന്നാൽ കൊല്ലുമെന്നും നീ എണ്ണടാന്ന് പറയുന്നത്. എൻ്റെ ദിവസങ്ങൾ എണ്ണിക്കൊള്ളാനാണ് അവൾ പറഞ്ഞത്.
അപ്പനും വിളിച്ചു. അപ്പൻ്റെ ഒരു പ്രത്യേക ഇവിടെ ഒരു ആദിവാസി ഭാഷ അതിനകത്ത് പ്രയോഗിക്കുന്നത് കണ്ടല്ലോ. ആ ഭാഗത്തുള്ളവരുടെ ഭാഷയാണത്. അപ്പോൾ ഞാനിതേപ്പറ്റി ഒന്നും പറയുന്നില്ല. VDS സൂക്ഷിക്കുക. ഇവരെല്ലാം VDSനെതിരാണ്. ഇലക്ഷൻ സമയത്തും മാങ്കൂട്ടം, ഇവള്, ഷാഫി, വേണു, ഈവൻ സണ്ണി ജോസഫ് എന്ന് പറയുന്നവരെ KPCC പ്രസിഡൻ്റായിരുന്നു, പ്രതിപക്ഷ നേതാവ്, ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. അവരെല്ലാം VDSനെ മുഖ്യമന്ത്രിയാക്കുക.